കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി. 16 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുതുപ്പള്ളി സാധുവിനെ കോതമംഗലം ഭൂതത്താൻ കെട്ട് പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തിരച്ചിൽ സംഘം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ ഭൂതത്താൻ കെട്ട് തുണ്ടം വനമേഖലയിലേക്ക് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ 16 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടെ പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തെരച്ചിൽ സംഘം കണ്ടെത്തിയ ആനയെ 10 മണിയോടെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ഇന്നലെ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ ക്ഷീണമുള്ളതല്ലാതെ മറ്റു പരിക്കുകളൊന്നും ആനയ്ക്കില്ല. പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കണ്ടെത്തിയ പുതുപ്പള്ളി സാധുവിന് പഴക്കുലയും മറ്റും നൽകി ക്ഷീണമകറ്റിയതിനു ശേഷമാണ് കാടിന് വെളിയിലേക്ക് എത്തിച്ചത്. തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിച്ചതായിരുന്നു പുതുപ്പള്ളി സാധുവടക്കം 2 കൊമ്പനാനകളെയും 3 പിടിയാനകളെയും. ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോറിയിൽ കയറ്റുന്നതിനിടെ മറ്റൊരാന പിന്നിൽ കുത്തിയതോടെ പുതുപ്പള്ളി സാധു പരിഭ്രാന്തനായി കാട്ടിലേക്ക് കയറിപ്പോകുകയായിരുന്നു. തെരച്ചിലിന്റെ ഇടയിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞ സമയത്ത് മറ്റ് കാട്ടാനകളുടെ സാമീപ്യം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനയെ മറ്റ് കാട്ടാനകൾ ആക്രമിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്നലെ മുഴുവൻ സമയം ഒരു 10-50 പേരടങ്ങുന്ന സംഘത്തിൻ്റെ തന്നെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. തുണ്ടത്തിൽ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം 24 അവേഴ്സും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കാട്ടാനകളൊന്നും വന്നിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ കണ്ടെത്തുന്ന സമയത്ത് വളരെ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നാട്ടാന ആയതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ ശ്രമിച്ചതും ആന പോയ വഴിയും വ്യക്തമായതോടെയാണ് പുതുപ്പള്ളി സാധുവിനെ രാവിലെ തന്നെ കണ്ടെത്താനായത്. ജനം, കൊച്ചി.